ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഖാദിയുടെ ഒരു ലിപ് ബാം എടുത്തിട്ട് ചുണ്ടത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ എടുത്തിട്ട് കഴുത്തിലും മുഖത്തും ഒക്കെ ഇട്ട് കൊടുക്കുക. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫേസ് വാഷ് ഇട്ട് മുഖം നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാനേ. അത് കഴിഞ്ഞിട്ട് ഇതാ സൺസ്ക്രീൻ എടുക്കുന്നുണ്ട്. കഴുത്തിലും മുഖത്തും ഒക്കെ ഇട്ട് കൊടുക്കുക. പുറത്തേക്ക് പോകുമ്പോൾ ഒട്ടും സ്കിപ്പ് ചെയ്യരുത്. സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടാണ് പുറത്തേക്ക് പോകാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പ്രൈമർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പോൺസിൻ്റെ BB ക്രീമാണ് കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷനോ CC ക്രീമോ ഇഷ്ടമുള്ളത് അത് ഓരോരുത്തരുടെ ചോയ്സാണേ, അവരവർക്ക് ഇഷ്ടമുള്ളത്. ഞാനിപ്പോൾ ഇവിടെ BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഡോട്ടായിട്ട് എല്ലായിടത്തും ഇട്ട് കൊടുത്ത് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് സ്പഞ്ച് എന്തെങ്കിലും ബ്രഷൊക്കെ ഉള്ളവർക്ക് അത് വെച്ചിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കൈവച്ച് തന്നെയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ ഐ ഷാഡോയും ബ്ലഷും ഒന്നും ഉപയോഗിക്കാറില്ല. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് വെറുതെ കാണിക്കാം കേട്ടോ. ഇനി ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് നമ്മുടെ ഐബ്രോസ് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും. അതിനുശേഷം ഐലൈനർ എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ രണ്ട് കണ്ണിൻ്റെ മുകളിലും എഴുതി കൊടുക്കുക. അതിനുശേഷം മസ്കാര എടുത്തിട്ട് നമ്മുടെ ഐലാഷസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി, കണ്ണിന് ഒരു പ്രത്യേക ഭംഗി തോന്നും കേട്ടോ, ഇങ്ങനെ ഐലാഷസ് ഒക്കെ ഫില്ലായിരിക്കുമ്പോൾ. അതിനുശേഷം ലിപ്പ് ലൈനർ എടുത്തിട്ട് ചുണ്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട്. ഇനി ലാസ്റ്റായിട്ട് ഞാനൊരു കാജൽ എടുത്തിട്ട് കണ്ണൊന്ന് വരച്ചു കൊടുക്കുകയാണ്. രണ്ട് കണ്ണിൻ്റെ അടിയിലൊന്ന് വരച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ കാര്യം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ എല്ലാവർക്കും? അപ്പോൾ വളരെ അഫോർഡബിളായിട്ട് തീരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാട്ടോ ഇത്. അപ്പോൾ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.